ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഗിവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നറെ ഞാൻ 20-ാം തീയതിക്കുള്ളിൽ അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, അപ്പോഴല്ലേ ഓണത്തിന് മുമ്പ് അവർക്ക് കിട്ടുള്ളൂ. ഒരു ഓണ സാരി ആയിരുന്നു. അപ്പോൾ അതിലാകെ 10 പേരുടെ പേരാണ് ഞാനിതിൽ എഴുതി ഇട്ടിരിക്കുന്നത്. ബാക്കി ഉള്ളവരെ ഞാനതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ട് ഓരോന്നിനും എസ് ഓർ നോ എന്ന് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് 2-3 പേര് എസ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരാൾ 4 കമൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരാളെ ഒന്നേ എടുത്തിട്ടുള്ളൂ, ഒരു പേരേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 4 കമൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ പേര് ഒരു പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ഇതിൽ 10 പേരാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് കമൻസൊക്കെ വളരെ കുറവായിരുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ 10 പേരുടെ ഇതുണ്ടോ, ഇങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ മടക്കി അങ്ങനെ 10 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ 10 എണ്ണം ഉണ്ട്, കാണുന്നുണ്ടോ? 10 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിൽ പോയി അടുത്ത വീട്ടിലൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദമുണ്ട്, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്കിന്ന് ഈ വീഡിയോ ഇടുകയും വേണം. പക്ഷേ ഈ ശബ്ദം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാകില്ല, അപ്പോഴേക്കും ഈ ലൈറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് മൂക്ക് ചൊറിയാൻ തുടങ്ങും. ഞാനിതിപ്പോൾ വീഡിയോ ഓഫാക്കി വെച്ചിട്ട് മൂക്ക് ഇത്ര നേരം ചൊറിഞ്ഞ് ഒരു സമാധാനം കിട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അടിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വഴക്കിടാറുണ്ട്. വഴക്കിട്ട ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് കുറേ നേരത്തേക്ക് മിണ്ടില്ല, പിണങ്ങിയിരിക്കും. പിന്നെ കുറേ നേരം കഴിഞ്ഞ് വന്ന് സംസാരിക്കും. പിന്നെ ചിലർ പറഞ്ഞത് ഭർത്താവ് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാത്തവരുണ്ട്, അല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ ഔട്ടിങ്ങിനൊന്നും പോകാറില്ല, ബർത്ത്ഡേ ദിവസങ്ങൾ ഔട്ടിങ്ങിനൊന്നും പോകാറില്ല, അല്ലാത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുപോകാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അടിക്കാത്തതിന് ഇവിടെ കമൻ്റ് ഇട്ട ഭാര്യമാരുടെ ഭർത്താക്കന്മാരോടൊക്കെ ഒരുപാട് നന്ദി. നിങ്ങളെന്നും ഇങ്ങനെ തന്നെ ഭാര്യമാരെ ഇടയ്ക്ക് പിണങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടിക്കരുത് കേട്ടോ. പാവമല്ലേ ഇവർ, എന്തൊക്കെ നിങ്ങളെയൊക്കെ എത്ര സ്നേഹമാണെന്നറിയോ അവർക്ക്. പാവം, അവർക്ക് പോവാൻ നിങ്ങൾ തല്ലിയാലും അടിച്ചാലും എന്ത് ചെയ്താലും അവർക്ക് പോകാൻ വേറൊരു സ്ഥലമുണ്ടോ? നിങ്ങളെ ആശ്രയിച്ചിട്ടല്ലേ അവർ ജീവിക്കണത്. അപ്പോൾ അതുകൊണ്ട് അവരോട് സ്നേഹത്തോടെ പെരുമാറണം കേട്ടോ. അപ്പോൾ നമുക്കിനി കൂടുതൽ ഞാൻ സംസാരിച്ച് കൊണ്ടുപോകുന്നില്ല, നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 10 ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. വേറെ ആരുമില്ല ഇവിടെ, എൻ്റെ മക്കളൊന്നുമില്ല, ഞാനും എൻ്റെ വയസ്സായ അമ്മ, സ്ട്രോക്ക് വന്ന് കിടക്കണ അമ്മയേ ഉള്ളൂ. അമ്മ ഇപ്പോൾ കിടത്തി ഉറക്കിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ഇതിൽ കണ്ണടച്ചിട്ട് ഒരു കടലാസ് ഞാൻ എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പേര് വായിക്കാം. ഇത് 1 കേട്ടോ. 1 വായിക്കട്ടെ. ഇത് ലൈവായിട്ടാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. ഞാൻ കണ്ണട വയ്ക്കട്ടെ. കണ്ണട വെച്ചാലേ എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുള്ളൂ, അക്ഷരങ്ങളൊക്കെ തെളിയുള്ളൂ. ആദിത്യ രാജ് കേട്ടോ. ആദിത്യ രാജാണ്. ഇതാ അറിയുന്നുണ്ടോ? ഓപ്പോസിറ്റായിട്ട് വരുമോ വായിക്കുന്നത് അറിയില്ല കേട്ടോ. ആദിത്യ രാജ്, മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ആദിത്യ രാജ് എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക. ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് കോൾ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടുക. അതിന് ശേഷം ഞാൻ സംസാരിക്കുക. അഡ്രസ്സൊക്കെ എനിക്ക് അയച്ചു തരണം. ആദ്യം ഈ എന്താ പറയുക, ആദിത്യ രാജ് അല്ലേ? ആദിത്യ രാജ് ഓർമ്മക്കുറവും ഉണ്ട്, കുറച്ച് വയസ്സായില്ലേ. ആദിത്യ രാജ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഹാപ്പി ആയില്ലേ? പക്ഷെ ഞാൻ പല വീഡിയോസിലും ഇങ്ങനെ ഗിവ് അവേ കൊടുക്കുന്നതിലൊക്കെ ഗിവ് അവേ ഉണ്ടെന്ന് പറയുന്നത് മാത്രമേ ഞാൻ കാണാറുള്ളൂ കേട്ടോ. കൊടുക്കുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, സത്യമാണ്. ഇതിൽ എൻ്റെ റിലേഷനിൽ പെട്ട 2 പേര്
ഇതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്, അവരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ എന്തായാലും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ 2 പേരെ ഒഴിവാക്കിയിട്ടുള്ളവരെ മറ്റുള്ളവരുടെ പേരാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിച്ച സാരി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, നല്ല അടിപൊളി സാരിയാണ്. ഞാൻ വീണ്ടും ഈ സാരി നോക്കാൻ വേണ്ടിയിട്ട് തുണിക്കടയിൽ പോയി, പക്ഷെ കിട്ടിയില്ല കേട്ടോ എനിക്ക്. പക്ഷെ എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദിത്യ രാജിന് ഇത് ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ട എല്ലാവരോടും ഒരുപാട് സ്നേഹം കേട്ടോ, ഒരുപാട് സ്നേഹമുണ്ട്. കമൻ്റ് ഇട്ട എല്ലാവരോടും നല്ല സ്നേഹമുണ്ട്. വീണ്ടും എനിക്ക് നിങ്ങൾ എൻ്റെ വരും വീഡിയോകളിൽ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എനിക്ക് ആവശ്യമുണ്ട്. വീണ്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തരണം കേട്ടോ. കമൻറ്റ്സ് ഇടണം, ലൈക്ക് ഇടണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.